ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഈ തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന പരിശീലന ഭാഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം, 10th മെയിൻസ് എക്സാമുകൾ, അതുപോലെ ഡിഗ്രി പ്രിലിമിനറി എക്സാമുകൾ, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇവർ നൽകിയിരിക്കുന്ന ആ ഒരു പരിശീലനമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ്? പ്രൊജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത. അപ്പോൾ ആരാണ്? ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് മുത്തയ്യ വനിത. ഋതു കരിധൽ ആയിരുന്നു ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ. അപ്പോൾ പ്രൊജക്റ്റ് ഡയറക്ടറെയാണ് ചോദിച്ചത്. പ്രൊജക്റ്റ് ഡയറക്ടറാണ് മുത്തയ്യ വനിതയാണ്. പ്രൊജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത. പിന്നെ ഋതു കരിധൽ ആണ് ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ. ഋതു കരിധൽ ആണ് ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ. അപ്പോൾ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിതയാണ്. പ്രൊജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത. നെക്സ്റ്റ്, ഇന്ത്യയിൽ ജലസംരക്ഷണത്തിനുള്ള ജല നിയമം അല്ലെങ്കിൽ മലിനീകരണ പ്രതിരോധവും നിയന്ത്രണവും പാസാക്കിയ വർഷം എപ്പോഴാണ് എന്നുള്ളതാണ്. അത് 1974 ഇന്ത്യയിൽ ജലസംരക്ഷണത്തിനുള്ള ജലനിയമം വന്ന വർഷം 1974. നെക്സ്റ്റ്, അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം ഹരിതഗൃഹവാതകം ഉള്ളത് വാതകം ഏതാണെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള ഹരിതഗൃഹവാതകമാണ് കാർബൺ ഡയോക്സൈഡ്. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ എവിടെയാണ്? അത് വടകരയാണ്. വടകര. നെക്സ്റ്റ്, ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം 2005. ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വന്നത് 2005. നെക്സ്റ്റ്, ഇന്ത്യയിൽ വന്യജീവി നിയമം പാസാക്കിയ വർഷമാണ് 1972. ഇന്ത്യയിൽ വന്യജീവി നിയമം പാസാക്കിയ വർഷമാണ് 1972. നെക്സ്റ്റ് വരുന്നത് ചരിത്രം ഭാഗമാണ്. ചരിത്രം അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൻ്റെ ഭരണത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജാവാണ് ജെയിംസ് രണ്ടാമനാണ്. രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൻ്റെ ഭരണത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ജെയിംസ് രണ്ടാമനാണ്. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? ട്യൂഡർ രാജവംശം എന്നാണ്. ട്യൂഡർ രാജവംശം. രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്തമായിരുന്നു എന്ന വാദം മുന്നോട്ട് വെച്ച രാജവംശം ഏതാണ്? അതും സ്റ്റുവേർട്ട് രാജവംശമാണ്. സ്റ്റുവേർട്ട് രാജാവിൻ്റെ അധികാരങ്ങൾ ദൈവദത്തമാണെന്ന വാദം മുന്നോട്ട് വെച്ചത് സ്റ്റുവേർട്ട് രാജവംശം ആണ്. അടുത്ത, മഗ്ന കാർട്ട ഒപ്പിട്ട വർഷം അല്ലെങ്കിൽ ആ നിയമസംഹിത 1215 ജൂൺ 15. 12-15 ജൂൺ 15. 1215 ജൂൺ 15 മഗ്ന കാർട്ട വരുന്നത്. 1215 ജൂൺ 15. അടുത്തത്, ഏറ്റവും കൂടുതൽ കാലം കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരിയായിരുന്ന വ്യക്തി ആരാണ്? അത് ഒലിവർ ക്രോംവെലാണ്. ഒലിവർ ക്രോംവെൽ ഏറ്റവും കൂടുതൽ കാലം കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരിയായ വ്യക്തിയാണ് ഒലിവർ ക്രോംവെൽ. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കുറച്ച് വേരികളാണ്. അത് പരസ്പരം ബന്ധപ്പെടുത്തിയുള്ള ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകളുടെ കൂട്ടത്തെ പൊതുവായി പറയുന്നൊരു പേര് എന്താണ്? അത് വേൾഡ് വൈഡ് വെബ് എന്നാണ്. പരസ്പരം ബന്ധപ്പെടുത്തിയുള്ള ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻ്റുകളുടെ കൂട്ടത്തെ പൊതുവായി അറിയപ്പെടുന്ന പേരാണ് വേൾഡ് വൈഡ് വെബ്. ഇങ്ങനെ അർപ്പാനെറ്റ് എന്നത് ഏത് നെറ്റ്വർക്കിൻ്റെ ആദ്യകാല രൂപമായിരുന്നു? ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ രൂപമായിരുന്നു. അടുത്തത്, ഒരു പൊതു ലക്ഷ്യം വെച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരണങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഗ്രിഡ് എന്നാണ്. ഗ്രിഡ്. അടുത്തത്, ഉപയോക്താക്കൾക്ക് ആവശ്യമുള്ള ഫയലുകളും ആപ്ലിക്കേഷനുകളും ഓൺലൈനായി ലഭിക്കുന്ന മാർഗമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്. എന്താണ്? ഉപയോക്താക്കൾക്ക് ആവശ്യമായിട്ടുള്ള ഫയലുകളും ആപ്ലിക്കേഷനുകളും ഓൺലൈനായി ലഭിക്കുന്ന മാർഗം
ക്ലൗഡ് കമ്പ്യൂട്ടിങ്. അടുത്തത് ഡാഷ് എന്നത് ദൃശ്യപ്രകാശം പ്രയോജനപ്പെടുത്തിയുള്ള വയർലെസ് സാങ്കേതിക വിദ്യയാണ്. ലൈഫൈ ആണ്. ലൈഫൈ ഡാഷ് എന്നത് ദൃശ്യപ്രകാശം പ്രയോജനപ്പെടുത്തിയുള്ളൊരു വയർലെസ് സാങ്കേതിക വിദ്യയാണെന്ന് പറയുന്നത് എന്താണ്? ലൈഫൈ. ലൈഫൈ. അടുത്തത് URL എന്നതിൻ്റെ പൂർണ്ണരൂപം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. URL എന്നതിൻ്റെ പൂർണ്ണരൂപം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. നെക്സ്റ്റ് പാർട്ട് വരുന്നത് സിവിക്സിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വി പത് സംവിധാനം ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. അതായത് എന്താണ് ഉദ്ദേശം പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. വോട്ടർ വെരിഫിബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ് ഈ വി പതിൻ്റെ മുഴുവൻ രൂപം. വോട്ടർ വേരിയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നവ എന്ത് എന്നുള്ളതാണ്. അപ്പോൾ അത് മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികൾ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, പൊതുസേവകരുടെ ഭാഗത്തു നിന്നുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കുക, ഇവയൊക്കെയാണ്. നെക്സ്റ്റ് പറയുന്നത് തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപത വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ പറ്റിയുള്ള ഗവേഷണത്തിന് 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വനിത ആരാണ് എന്നുള്ളതാണ്. അത് ക്ലൗഡിയ ഗോൾഡിൻ. അടുത്തത് വിവരാവകാശ നിയമം 2005 പ്രകാരം ക്ഷമതയുള്ള അധികാരസ്ഥാനം എന്നതിൽ ഉൾപ്പെടുന്നവ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പോൾ ലോകസഭാ സ്പീക്കർ, നിയമസഭാ സ്പീക്കർ, രാജ്യസഭാ സ്പീക്കർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും വരുന്നുണ്ട്. ക്ഷമതയുള്ള അധികാരസ്ഥാനം എന്താണ്? ക്ഷമതയുള്ള അധികാരസ്ഥാനം അത് ലോകസഭാ സ്പീക്കർ, നിയമസഭാ സ്പീക്കർ, രാജ്യസഭാ സ്പീക്കർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അടുത്ത വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്ന വ്യക്തിയോട് അധികാരസ്ഥാനത്തിന് ആവശ്യപ്പെടാൻ കഴിയുന്ന സംഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? ബന്ധപ്പെടാൻ ആവശ്യമായ മേൽവിലാസം. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റിൻ്റെ പ്രായപരിധി എത്രയാണ്? 70 വയസ്സ് വരെയാണ്. 70 വയസ്സ് വരെയാണ്. നെക്സ്റ്റ് പറയുന്നത് കായിക മേഖലയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ക്രിക്കറ്റിൽ നിന്ന് ആദ്യമായി ഖേൽരത്ന പുരസ്കാരം നേടിയ താരം ആര് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ക്രിക്കറ്റിൽ നിന്ന് ആദ്യമായി ഖേൽരത്ന പുരസ്കാരം നേടിയത് സച്ചിൻ ടെണ്ടുൽക്കർ. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ആദ്യത്തെ വനിതാ കായിക താരം ആരാണ്? ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ കായിക താരമാണ് കർണം മല്ലേശ്വരി. കേരളത്തിലെ ക്രിക്കറ്റിൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ്. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ന്യൂസിലാൻഡും ഇന്ത്യയുമാണ്. കേരളത്തിൻ്റെ പരമോന്നത കായിക പുരസ്കാരം എന്ന് പറയുന്നത് ഏത്? GV രാജ അവാർഡ്. കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന GV രാജയുടെ പേരിലുള്ള പുരസ്കാരമാണ് ഇത്. കനേഡിയൻ കായികാധ്യാപകനായ ജെയിംസ് നെയിംസ്മിത്ത് അവതരിപ്പിച്ച കായിക ഇനം ഏതാണ്? അത് ബാസ്കറ്റ് ബോളാണ്. കനേഡിയൻ കായികാധ്യാപകനായ ജെയിംസ് നെയിംസ്മിത്ത് അവതരിപ്പിച്ച കായിക ഇനമാണ് ബാസ്കറ്റ് ബോൾ. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണം നേടുന്നത് ആരാണ്? അഭിനവ് ഭിന്ദ്രയാണ്. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് വ്യക്തിഗത സ്വർണം നേടുന്നത് അഭിനവ് ഭിന്ദ്ര. ഏത് കളിയുമായി ബന്ധപ്പെട്ടാണ് എലോ റേറ്റിംഗ്? അത് ചെസ്സുമായി ബന്ധപ്പെട്ടാണ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ച വർഷം 1984. ആരുടെ ആത്മകഥയാണ് ഗോൾഡൻ ഗേൾ? PT ഉഷ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളിയാണ് ടിനു യോഹന്നാൻ. വ്യക്തിഗത ഇനത്തിൽ ഏഷ്യാഡ് സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കമൽജിത്ത് സന്ധു. ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. പ്രഥമ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം നടന്ന വർഷം 2018. കേരളത്തിൽ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബാണ് FC കൊച്ചിൻ. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് GV രാജ. ഒളിമ്പിക്സിൽ അത്ലറ്റിക് ഇനങ്ങളിൽ ആദ്യമായി സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ വനിതാ അത്ലറ്റിക്കാണ് ഷൈനി അബ്രഹാം.
ഒന്നും കൂടെ പറയാം. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിച്ച വർഷം 1984. ആരുടെ ആത്മകഥയാണ് ഗോൾഡൻ ഗേൾ? PT ഉഷ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളിയാണ് ടിനു യോഹന്നാൻ. വ്യക്തിഗത ഇനത്തിൽ ഏഷ്യാഡ് സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കമൽജിത്ത് സന്ധു. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. പ്രഥമ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം നടന്ന വർഷമാണ് 2018. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബാണ് FC കൊച്ചിൻ. കേരളത്തിലെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രഥമ പ്രസിഡന്റാണ് GV രാജ. അത്ലറ്റിക് ഒളിമ്പിക്സ് ഇനങ്ങളിൽ ആദ്യമായി സെമിഫൈനൽ പ്രവേശിച്ച ഇന്ത്യൻ വനിതാ അത്ലറ്റ്സാണ് ഷൈനി ഇബ്രഹാം. അപ്പോൾ ഇത്രയും കണ്ടന്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.